പിതാവായ ദൈവം തന്നെ സ്നേഹിക്കുകയും മോശയിലൂടെ താൻ നൽകിയ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരെ ആയിരം തലമുറ വരെ അവരുടെ മേൽ കാരുണ്യം ചൊരിയുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. ദൈവവചനം ശ്രവിക്കുന്ന പ്രിയ സഹോദരീ സഹോദരങ്ങളെ, പുതിയൊരു പ്രഭാതം കൂടി ദൈവം നമുക്ക് കാണുവാനും ദൈവത്തോടൊപ്പം ചെലവഴിക്കുവാനും തന്നതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരം തലമുറ വരെ ഞാൻ കരുണ കാണിക്കും. നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. തൻ്റെ നാമം വൃഥാ ഉപയോഗിക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിടുകയില്ല. ദൈവകൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നവന് വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുകയാണ്, അങ്ങനെയുള്ളവരുടെ ആയിരം തലമുറ ദൈവത്തിൻ്റെ കരുണ ലഭിക്കുമെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കുകയും ദൈവത്തിൻ്റെ നാമം വൃഥാ ഉപയോഗിക്കുകയും ചെയ്യുന്നവന് ശിക്ഷ ലഭിക്കുകയും ചെയ്യും. ഒരേ സമയം രണ്ട് കാര്യങ്ങൾ കർത്താവ് വളരെ വ്യക്തമായിട്ട്, ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ കർത്താവ് വ്യക്തമായിട്ട് നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. ഒരു ഭാഗം നമ്മൾ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവകൽപ്പനകൾ പാലിക്കുകയും ചെയ്താൽ നീയും നിൻ്റെ ആയിരം തലമുറയും അനുഗ്രഹിക്കപ്പെടും. എന്നാൽ മറുപുറത്ത് കർത്താവ് വളരെ വ്യക്തമാക്കുന്നു, ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കുക, ദൈവത്തെ ധിക്കരിക്കുകയോ ഒക്കെ ചെയ്താൽ അവൻ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുമെന്ന്. ദൈവമായ കർത്താവ് ആദത്തോടും ഹവ്വയോടും പറഞ്ഞു, നന്മയും തിന്മയും വിവേചിച്ചറിയുവാൻ ഉള്ള കഴിവ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. യേശുവിൽ സ്നേഹിക്കുന്ന ദൈവവചനം ശ്രവിക്കുന്ന പ്രിയ സഹോദരീ സഹോദരങ്ങളെ, പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും നിങ്ങൾക്ക് സമൃദ്ധമായിട്ടുണ്ടാകട്ടെ. നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുവാനും ദൈവകൽപ്പനകൾ അനുസരിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ സഹായം നിങ്ങൾക്ക് ഇന്നു മുതൽ ഉണ്ടാകട്ടെ എന്നും, അങ്ങനെ നിങ്ങളും നിങ്ങളുടെ ആയിരം തലമുറകളും അനുഗ്രഹിക്കപ്പെടട്ടെ എന്നും യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ നിങ്ങളുടെ ജീവിതം ദൈവാനുഗ്രഹം നിറഞ്ഞതായി മാറട്ടെ. ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിക്കുവാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ.
ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.